ആദ്യത്തെ പേര് പെരിന്തൽമണ്ണ പുലിക്കുട്ടി നയന ബാലകൃഷ്ണൻ, കൊച്ചിയിലെ സുന്ദരി റാഷിദ ആച്ചി, സാബിറ ഷെരീഫ്. ഇതാണ് അടുത്തത്. കുട്ടികളൊക്കെ കൊള്ളാം കേട്ടോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ നാളെയല്ല ഇന്ന് മുതൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിൽ അവർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണി മുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത്. അതായത് ഏഷ്യാനെറ്റിൽ ടിവിയിൽ വരുന്നത് നാളെ 10 മണിക്കായിരിക്കും സംപ്രേഷണം. പക്ഷേ ഇന്ന് രാത്രി 12 മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും വരട്ടെ. 40 പേരുണ്ട്. അതിനകത്ത് ഏതാണ്ട് ഫസ്റ്റ് ദിവസം തന്നെ 20 പേര് ഔട്ടാകുന്നു, 20 പേര് ഇന്നാകുന്നു. അത് 20 പേര് ഔട്ടാകുന്നതല്ല, 20 പേര് വെച്ചിട്ട് വേറെ എന്താണ് അടുത്ത ടാസ്കുകൾ കൊടുത്തൊക്കെ അവരെ വരും. ഇപ്പം നിലവിൽ എനിക്കൊരു 12 പേര് എന്തോ ഉള്ളൂ എന്നൊക്കെയാണ് അറിവ്. 12 പേരുണ്ട്, ബാക്കിയൊക്കെ ഔട്ടായിട്ടുണ്ട്. ഈ 12 പേരിൽ എനിക്കൊന്ന് ലാസ്റ്റ് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന്, അതായത് 6-ാം തീയതി ആണല്ലോ ബിഗ് ബോസ് യഥാർത്ഥ ബിഗ് ബോസ് തുടങ്ങുന്നത്. അപ്പം അതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പായിരിക്കും ആരൊക്കെയാണ് ഇന്നാവുന്നത് എന്ന് എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിലെ പ്രേക്ഷകരുടെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, എന്തായിക്കോട്ടെ, വരട്ടെ. എന്തുപോലും ഇന്ന് മുതൽ നമ്മൾ എന്തായാലും അഗ്നി പരീക്ഷയുമായി മുന്നോട്ട് പോകണം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. അഗ്നി പരീക്ഷ കണ്ടില്ലെങ്കിൽ ബിഗ് ബോസ് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അഗ്നി പരീക്ഷയിലുള്ള 5-6 പേര് അതിനകത്ത് വരുന്നത്. മോറോവർ എന്ന് പറയുമ്പോൾ ഈ വരുന്നവർ, ഈ 6 പേര് അല്ലെങ്കിൽ 5 പേര് അഗ്നി പരീക്ഷയിൽ നിന്ന് ബിഗ് ബോസിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുന്നവർക്ക് കുറച്ച് ഫാൻ ബേസ് കൂടുതലായിരിക്കും. അവർ ജയിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ അഗ്നി പരീക്ഷ കണ്ടു തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ 40 പേരാണ് ഉള്ളത് എന്നുള്ളതാണ് അല്ലെ. ഈ 40 പേര് എല്ലാം സത്യം പറഞ്ഞ പല ചാനലുകളിലായിട്ട് ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണ് 40 പേര് എന്നുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചാനലിൽ വന്നതാണ്. ഓക്കെ, ഇത് സത്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ആദ്യത്തെ പേര് പെരിന്തൽമണ്ണ പുലിക്കുട്ടി നയന ബാലകൃഷ്ണൻ. ഓക്കെ, നയന ബാലകൃഷ്ണൻ. അടുത്ത് വന്നിട്ട് അടുത്ത് വന്നിട്ട് കൊച്ചിയിലെ സുന്ദരി റാഷിദ ആച്ചി. ഓക്കെ, അടുത്ത അഗ്നിപരീക്ഷ സുന്ദരി പേര് സാബിറ ഷെരീഫ്. ഇതാണ് അടുത്തത്. കുട്ടികളൊക്കെ കൊള്ളാം കേട്ടോ. അടുത്ത് വന്നിട്ട് തൻസി രാജ്, താഷി രാജ് എന്ന് പറയുന്ന പുള്ളി. ഇവരെന്ന് എനിക്കറിയത്തില്ല എന്നുള്ളതാണ്. നമുക്കിത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി അവിടെ വന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ആസിയ. ഓക്കെ, ആസിയ. പിന്നീട് ഷിനോ തോമസ്. ഓക്കെ, ഷിനോ തോമസ്. വർഷ. ഓക്കെ, അടുത്ത ഇതാരാണ് റായ്ബിൻ. ഓക്കെ, അഗ്നിപരീക്ഷ തിരഞ്ഞെടുത്ത 7ാമത്തെ എൻട്രിയാണ് റായ്ബിൻ. ഓക്കെ, അടുത്ത് വന്നിട്ട് ലോലിട്ട. ലോലിട്ട എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. നല്ല പേരല്ലേ, പൂജ. കൊള്ളാലോ. അടുത്ത സോനയുടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ള ഇത്, സോന. അടുത്തത് രാകേഷ്. കൊള്ളാലോ. അടുത്ത ഷാമോൻ. പയ്യന്മാരുണ്ട് കേട്ടോ. ഷിജിൻ. ഓക്കെ, ഷിബിന. ഇതൊക്കെ കോമണേഴ്സ് ആണോ? ചിലപ്പോൾ ഇത് വഴി ക്രിയേറ്റ് ചെയ്തോണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ, കൊടുക്കാം. അടുത്ത അഫിയാന. ഓക്കെ, അഫിയാന. അടുത്ത പാർവതി നാരായണൻ. അടുത്ത ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓഹോ, ബ്യൂട്ടിഫുൾ ഉള്ള പേരൊന്നും. ഋഷ പാലത്തിങ്കൽ തിരൂർ. റാഷ പാലത്തിങ്കൽ, മനസ്സിലായോ എന്നാണ് അതിന്റെ പേര്. റാഷ പാലത്തിങ്കൽ. കോളും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് പ്രവീണാണ് അടുത്ത ഒരാള്. ഓക്കെ, പ്രവീൺ വന്നിട്ട് ഇനി അടുത്ത വൈശാഖ്, വടശ്ശേരി എന്ന് വരുന്ന വൈശാഖ്. ദെൻ ഇതൊരു ഓക്കെ, അടുത്തത് ഷിൻജിത്ത് ബാബു. ഓക്കെ, ആർ ജെ ആണോ? അനഘ. ഓക്കെ, ചന്ദന മേനോൻ. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപർണ സുരേഷ്. ഇനി അഡ്വക്കേറ്റ് അമൃത ശ്രീകുമാർ. ഓക്കെ, പൂജ. വന്നു പയ്യന്മാര്.
സോറി, നന്ദകിഷോർ. ഓക്കെ, ജെട്ടി, ഇതെന്ത് പേര്? ജെട്ടി പി തോമസ്. ജെട്ടി പി തോമസ്, മോശം മോശം. പ്രണവ്. ഓക്കെ, ജിതിൻ എസ് ദാസ്. ആരാധ്യ. അടുത്തത് ബിജു തോമസ്. ഇനി അടുത്ത അമൽ മോഹൻ അല്ലെ, അമൽ എന്നല്ലേ? അമൽ മോഹൻ. ഓക്കെ, അടുത്തേതാണ് ഷിജുലാൽ, ശ്യാം, സോണി. ഇത് പറയുമ്പോൾ അവിടുത്തെ ആങ്കറാണ് റനീഷ. ഓക്കെ, അടുത്തത് 37ാമത്തെ എൽദോയാ, എൽദോ. ഓക്കെ, എൽദോ. അടുത്ത് നോക്കട്ടെ, ഇനി ഉണ്ടല്ലോ കുറച്ചും കൂടി. പോട്ടെ. അടുത്ത 38ാമത്തത് റിജോ ജോൺസൺ. ഓക്കെ, അടുത്തത് അഭിരാം. ഓക്കെ, അടുത്തത് അലകനന്ദ. ഇതാണ് 40ാമത്തെ അലകനന്ദ. ഓക്കെ, ഇത്രയും പേരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി പരീക്ഷയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പല ഗ്രൂപ്പുകളിലും പലതുമായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇടാത്ത മറ്റൊന്നും കൊണ്ടല്ല, ഇതൊക്കെ ആരായിട്ടും നമുക്ക് പ്രശ്നമില്ല. കാരണം ഇത് കോമണേഴ്സ് ആണ്. നമ്മൾ അറിഞ്ഞിട്ട് വലിയ കാര്യം. നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി, നമുക്ക് അറിയുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ്, ഇവരൊക്കെ വന്നില്ല, ഇവരൊക്കെ എന്ത് ചെയ്യും, ഇവരെ കുറിച്ച് നമുക്ക് ഒരു വകയെ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അല്ലേ. ഇവരിനി ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അത് കണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ വിമർശിക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനം. എന്തായാലും ഇന്ന് രാത്രി 12 മണി മുതൽ ഈ സംഭവം തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഇരുന്ന് കാണുക. കാരണം ഇത് കണ്ടു തുടങ്ങി ഇതിന്റെ ഒരു പിന്നെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലേ. ബിഗ് ബോസ് മെയിൻ ഒന്നും ഇതിന്റെ കണ്ടിന്യൂഷൻ. ഇത് നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുമല്ല, ഇതിൽ നിൽക്കുന്ന പലരും ടോപ്പ് 5ലേക്ക് എത്താൻ വളരെ ചാൻസ് ഉള്ളവരായിരിക്കാം. ഇപ്പം 5 പേര് എടുക്കുന്ന 2-3 പേരെങ്കിലും 2 പേരെങ്കിലും എൻ്റെ ഒരു ഊഹം ശരിയാണ്, 2 പേരെങ്കിലും നേരെ ടോപ്പ് 5ലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മോറോവർ ഈ പറയുന്ന എന്താണ് കപ്പടിക്കാനുള്ള ചാൻസസും കൂടുതലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവർക്ക് ഇത്തിരി കടുക്കും, ഇവരുടെ അടുത്തൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കടുക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പറയുന്നവർക്ക് ഓൾറെഡി അവരൊരു ഫാൻ ബേസും ആയിട്ടാണ് വരുന്നത്. അതുമല്ല, ഈ പറയുന്ന അഗ്നി പരീക്ഷയിൽ നമ്മുടെ ബിഗ് ബോസിൽ നടക്കുന്നതിനെയും കാട്ടി നല്ല രസമുള്ള, നല്ല ത്രില്ലടിക്കുന്ന, നല്ല ആവേശകരമായിട്ടുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത്. നമുക്ക് പറയാം, ബിഗ് ബോസിന്റെ കേസിൽ നമുക്ക് ടാസ്കുകൾ നമുക്കൊരു എനർജിയാണ്. വല്ലപ്പോഴും ടാസ്ക് ഒന്നേക്കുള്ള അടിയും പിടിയും അവർ തമ്മിലുള്ള തർക്കം അതും. അപ്പം ഇവിടെ ബിഗ് ബോസിനകത്ത് നമ്മൾ എത്രത്തോളം ടാസ്കുകൾ പ്രതീക്ഷിക്കുന്നു അതിനേക്കാട്ടും വലിയ ടാസ്കുകൾ ഇവിടെ കാണും. അതിനേക്കാട്ടും വലിയ ഡിബേറ്റുകൾ, മെയിനായിട്ട് ഡിബേറ്റുകൾ കാണും. മനസ്സിലായത്? അപ്പൊ ഇവരുടെ വാക്ചാതുര്യം, ഇവർക്ക് എങ്ങനെ ഒരു ഡിബേറ്റ്, അവരുടെ പ്രസന്റ് ഓഫ് മൈൻഡ്, എങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് എങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ടപ്പനെ എങ്ങനെ അടിക്കാം, ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രസന്റ് ഓഫ് മൈൻഡാണ്. ഒരു കാര്യം പറയുമ്പോൾ ടവേനെ ആൻസർ കൊടുക്കാൻ കഴിയണം. ഓക്കെ, ഒരു ഡിബേറ്റ് വരുമ്പോൾ എതിർഭാഗം നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി അത് പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ ബുദ്ധി, ഈ പറയുന്ന എന്താണ്, എല്ലാം വേണം. മനസ്സിലായോ? ഒരു ശാരീരിക ക്ഷമതയൊക്കെ വേണ്ട. അപ്പം ഈ ഒരു അഗ്നി പരീക്ഷയ്ക്കകത്ത് നമ്മുടെ ബിഗ് ബോസിലേക്ക് കൂടുതൽ ഈ പറയുന്ന ടാസ്കുകളും ഉണ്ടാകുന്നത്. അതിപ്പം ഫിസിക്കൽ ആയിക്കോട്ടെ, അല്ലാതെ ഡിബേറ്റ് ടാസ്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ബുദ്ധിപരമായിട്ടുള്ള ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരുപാട് ടാസ്കും കാര്യങ്ങളും കാണും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇത് കണ്ടു തുടങ്ങിയില്ലെങ്കിൽ പിന്നെ അവിടെ വരുമ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ ആക്ച്വലി ബിഗ് ബോസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഹാജരായിക്കാൻ. നമ്മൾ സ്ഥിരം കാണും, എല്ലാത്തെയും പോലെ എപ്പോഴത്തെയും പോലെ നമ്മൾ സ്ഥിരമായിട്ട് കാണും. നമുക്ക് ഓരോ എപ്പിസോഡും കണ്ടിട്ട് നമ്മുടെ റിവ്യൂ ഇടാൻ. ഇതിപ്പോൾ ലൈവ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരു സംഭവം ഇടാൻ സാധിക്കത്തുള്ളൂ. ലൈവ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെകഞ്ഞെടുത്ത് ഇവർ ഈ പറയുന്ന നമ്മളിലേക്ക് എത്തിക്കുന്നതല്ലോ നമ്മൾ വരുന്നത്. നമ്മൾ കാണാതെ അവരുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ മാത്രം പ്രൊജക്ട് ചെയ്ത പോരല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ആരാണ് കള്ളം, ആരാണ് ജനു എന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ ലൈവ് വരണം. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ കാണാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.